ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ടാരോ ഗൈഡൻസ് എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ അപ്കമിങ് എനർജി എന്താണെന്ന് നോക്കാം. ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഞാൻ ഒരു മാമിൻ്റെ കൂടി ക്ലാസ് പഠിച്ചതിന് ശേഷം നമുക്ക് വലിയ വലിയ വീഡിയോസൊക്കെ ഇട്ട് ഗൈഡൻസും പ്രഡിക്ഷനും ഒക്കെ കാണാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇത് ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാർഡ് നമ്പർ 1, 2, 3, 4 എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല, 2 മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ വന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് കാർഡ് നമ്പർ 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പെട്ടെന്ന് സെലക്ട് ചെയ്തോളണേ. ഈ 4 കാർഡിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണം പെട്ടെന്ന്. ഒന്ന് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തോളൂ. ഞാൻ റീഡിങ് പറയുകയാണ്, ഇല്ല ഈ സമയം ഷോർട്സിൽ നിൽക്കില്ല. ഓക്കെ, നിങ്ങൾ സ്ട്രോങ്, ഇൻഡിപെൻഡൻറ്റ്, പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകും. പോസിറ്റീവ് കാർഡാണ്. കുറച്ച് നിങ്ങൾ ദേഷ്യം കാണിക്കാൻ സാധ്യതയുണ്ട്, എന്നാൽ പോലും സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്, വളരെ നല്ല കാർഡാണ്. സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും. ലൈക്ക് എ ക്യൂൻ, കണ്ടില്ലേ, ക്യൂൻ ഓഫ് സോർട്സ് ആണ് വന്നേക്കണം. വളരെ നല്ല കാർഡാണ്. ഇനി കാർഡ് നമ്പർ 2 എടുത്തവരത് നോക്കാം. 2 ഓഫ് പാൻറ്റക്കിൾസ്. നിങ്ങൾ എന്തെങ്കിലും 2 കാര്യങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ബാലൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ വരുന്ന സമയത്ത് അപ്കമിങ് ടൈമിൽ ബാലൻസ് കുറവായിരിക്കും. നിങ്ങൾ ജഗിൾ ചെയ്യണുണ്ടാവും 2 കാര്യങ്ങൾ തമ്മിൽ. അതിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. കുറച്ചൊന്ന് ചെറിയ രീതിയിൽ 2 കാര്യങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും. പേഴ്സണൽ ലൈഫ് ആവാം, കരിയർ ആവാം, സ്റ്റഡീസ് ആവാം, എന്ത് വേണോ ആവാം. 2 കാര്യങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് കാർഡ് നമ്പർ 3 എടുക്കാം. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്. നിങ്ങൾ ഇമോഷണൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തോട്ട്സ്, നിങ്ങളുടെ ഫീലിങ്സിനെ, അതായത് നിങ്ങൾ ഇമോഷൻസിനെ കുറച്ചൊന്ന് താഴെ ആക്കിയിട്ട് കുറച്ചുകൂടി നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവും. പിന്നെ എന്തോന്നാണ്, നല്ല സമയമാണ്. ഈ എടുത്ത കാർഡ്സ് എല്ലാം നല്ലതായിരുന്നു. ഇത് മാത്രം 2 ഓഫ് പെൻറ്റക്കിൾസ് മാത്രമാണ് കുറച്ചൊരു ഇതായിട്ടുള്ളത്. ഇത് നല്ല കാർഡാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഇമോഷനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, നിങ്ങളുടെ ബുദ്ധിക്ക്. അടുത്ത ഈ കാർഡ് എന്ന് പറയുമ്പോൾ വളരെ നല്ല കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ ലവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരിക്കും. സോൾമേറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ബ്യൂട്ടിഫുൾ കാർഡാണ്. എന്താണ്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. മെയിനായിട്ട് ലവ് റിലേഷൻഷിപ്പാണ് പറയണത്, പക്ഷേ ഞാൻ അതിലോട്ട് അങ്ങനെ ഡീപ്പായിട്ട് എത്തിയിട്ടില്ല. എന്നാലും പറയുവാണെങ്കിൽ ലവ് റിലേഷൻഷിപ്പിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സോൾമേറ്റുമായിട്ടായിരിക്കും നിങ്ങളുടെ മേ ബി റിലേഷൻഷിപ്പിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും, ദൈവത്തിൻ്റെ ഗൈഡൻസ് ഉണ്ടായിരിക്കും. അടിപൊളി കാർഡാണ്. 2 ഓഫ് കപ്സ്. കൂടുതൽ ഇമോഷനും നല്ല കറക്റ്റ് ആയിരിക്കും നിങ്ങൾ എന്നാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ റീഡിങ് ക്ലെയിം ചെയ്യാൻ വേണ്ടി, ഞാൻ പറഞ്ഞ റീഡിങ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യാം. ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ചൊരു ടെൻഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ കാണാം. ബൈ.